ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻവേഴ്സ് പ്രോബബിലിറ്റി എന്താണെന്നും അതേപോലെ ബേസ് തിയറം എന്താണെന്നുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ ഇൻവേഴ്സ് പ്രോബബിലിറ്റി എന്താണെന്ന് നോക്കാം. ദ ഒക്കറൻസ് ഓഫ് ആൻ ഇവൻറ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സെവറൽ ഫാക്ടേഴ്സ്. അതായത് ഒരു ഇവൻറ്റ് നടക്കുമ്പം അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള പല ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, നമുക്കറിയാം ഒരു ഇവൻറ്റ് നടക്കുമ്പം നമ്മൾ ആ ഇവൻറ്റ് നടക്കാൻ വേണ്ടിയിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഇവൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഇഫ് ദ ഹാപ്പനിങ് ഓഫ് ആൻ ഇവൻറ്റ് അണ്ടർ അവർ സ്റ്റഡി ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സെവറൽ കോസസ്, വി മേ ബി ഇൻട്രസ്റ്റഡ് ടു നോ ദ പ്രോബബിലിറ്റി ഓഫ് എ പെർട്ടിക്കുലർ കോസ് ഓഫ് ഹാപ്പനിങ് ദാറ്റ് ഇവൻറ്റ്. അതായത് എന്താണ് നമ്മളിവിടെ ഇൻവേഴ്സ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ആ സെവറൽ ഫാക്ടേഴ്സ് നടക്കാനുള്ള ഏതാണോ ആ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ ഇവൻറ്റ് നടക്കാനുള്ള സാധ്യതയെ നമ്മൾ കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ ഇൻവേഴ്സ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ടൈപ്പ് ഓഫ് പ്രോബ്ലം ഇസ് നോൺ ആസ് ഇൻവേഴ്സ് പ്രോബബിലിറ്റി. ഓക്കെ, ഈ ഇൻവേഴ്സ് പ്രോബബിലിറ്റിയിൽ പെട്ടതാണെന്ത്? ബയസ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, ബേസ് തിയറം എന്ന് പറയുന്നത് ഇൻവേഴ്സ് പ്രോബബിലിറ്റിൻ്റെ പാർട്ടാണ്. ദ ബേസ് തിയറം ഇസ് ബേസ്ഡ് അപ്പോൺ ദ ഇൻവേഴ്സ് പ്രോബബിലിറ്റി. ഇനി നമ്മൾ ബേസ് തിയറം എന്താണെന്ന് പഠിക്കുകയാണ്. അപ്പോൾ ബേസ് തിയറം പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്താണെന്ന് കൂടി അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യാൻ പറ്റൂ, ബേസ് തിയറം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബേസ് തിയറം എന്താണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ബേസ് തിയറം തോമസ് ബേസ് ആണ് ഈ ഒരു തിയറം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇൻ പ്രോബബിലിറ്റി തിയറി ദ ബേസ് തിയറം, ഇതിനെ നമുക്ക് ബേസ് റൂൾസ് എന്നും കൂടിയും പറയാൻ പറ്റും, is a mathematical formula used to determine the conditional probability of an event. കണ്ടീഷണൽ പ്രോബബിലിറ്റീനെ നമ്മൾ മാത്തമാറ്റിക്കൽ ഫോർമുലയിൽ ഡിറ്റർമൈൻ ചെയ്യുന്ന തിയറം ആണ് എന്ത്? ബേസ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഡിസ്ക്രൈബ് ദ പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ് ബേസ്ഡ് ഓൺ ദ പ്രയർ നോളേജ് ഓഫ് ദ കണ്ടീഷൻസ് ദാറ്റ് മൈറ്റ് ബി റെലവൻറ്റ് ടു ദ ഇവൻറ്റ്. അതായത് മുന്നേ നടന്നിട്ടുള്ള ഒരു കണ്ടീഷൻ്റെ ബേസിലാണ് നമ്മൾ ഈ ഒരു പ്രോബബിലിറ്റി, ഈ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. അതായത് കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്തിൻ്റെ ബേസിൽ? ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയിൽ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബേസ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ബേസ് തിയറം പഠിക്കുന്നതിന് മുന്നേ, നമ്മൾ ബേസ് തിയറിലോട്ട് എത്തുന്നതിന് മുന്നേ നമുക്ക് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്താണെന്നൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നോക്കാം. കണ്ടീഷണൽ പ്രോബബിലിറ്റി. The probability of the occurrence of an event A given that an event B has already occurred is called conditional probability of A given B. അതായത് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഇവൻറ്റ് തന്നിട്ടുണ്ട്, ആ ഇവൻറ്റ് തന്നിട്ട് മറ്റേ ഇവൻറ്റ് നടക്കാനുള്ള സാധ്യത എന്താണെന്ന് മനസ്സിലാക്കാം. അതിനെയാണ് നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് പ്രോബബിലിറ്റി ഓഫ് ആൻ ഒക്കറൻസ് ഓഫ് ആൻ ഇവൻറ്റ് എ ഗിവൺ. എ എന്ന് പറഞ്ഞ ഇവൻറ്റ് തന്നിട്ടുണ്ട്, ദാറ്റ് ആൻ ഇവൻറ്റ് ബി ഹാസ് ഓൾറെഡി ഒക്കേർഡ് ഈസ് കോൾഡ് കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി. ഇതിനെ നമ്മൾ ഡിനോട്ടഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റീനെ തന്നെ നമുക്ക് രണ്ടായിട്ട് പറയാം. പി probability of A given B. ഈ probability of A given B equal to probability of A insertion B ആണ്. ഓക്കെ, ഇൻസേർഷൻ B divided by probability of B. ഇതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. then probability of B given A. probability of B given A equal to എന്താണ്? probability of B insertion A divided by probability of A. ഇങ്ങനെയും നമുക്ക് മാറ്റാം. ഇനി ഇതിനെ നമുക്ക് ഇത് നമ്മൾ ബയസ് തിയറത്തിലേക്ക് എത്തിക്കുകയാണ്. ബയസ് തിയറത്തിൻ്റെ ഫോർമുല ക്രിയേറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ മാറ്റി എഴുതാം അല്ലേ? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻസേർഷൻ ബി എന്ന് എഴുതാം. അതേപോലെ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൻ ഈ ഒരു ഇക്വേഷനെ, ഈ ഒരു പാർട്ടിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം, ഈ ഒരു രീതിയിൽ മാറ്റി എഴുതാം. എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൻ എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി ഇൻസേർഷൻ എ. ഓക്കെ, അപ്പോൾ നമുക്ക് വി നോ ദാറ്റ് എന്താണ്? ഇത് രണ്ടും ഈക്വൽ ആണ്. പ്രോബബിലിറ്റി ഓഫ് എ ഇൻസേർഷൻ ബിയും പ്രോബബിലിറ്റി ഓഫ് ബി ഇൻസേർഷൻ ഇയും എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ആണ്.
ദാറ്റ് എന്താ അത് അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ, പ്രോബബിലിറ്റി ഓഫ് ബി ഇൻസേർഷൻ എ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻസേർഷൻ ബി എന്ന് എഴുതാം. ഇനി നമുക്ക് ഇത് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാം, ഈ ഒരു രീതിയിൽ എഴുതാം. പ്രോബബിലിറ്റി ഓഫ് എ ഇൻസേർഷൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ given b into probability of b equal to probability of b given a into probability of a. ഇനി നമുക്ക് ഇതിനെ ഒരു ഇക്വേഷൻ രൂപത്തിലോട്ട് എഴുതാം. എങ്ങനെ എഴുതാം, പ്രോബബിലിറ്റി ഓഫ് എ ആണ്, എ ഗിവൻ ബി ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൻ എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. ഈ ഇക്വേഷനെയാണ് നമ്മൾ എന്ത് പറയണത്, ബൈസ് തിയറം എന്ന് പറയണത്. ഓക്കെ, ഇനി ഇതിൽ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്, പ്രോബബിലിറ്റി ഓഫ് എ ഗിവൻ ബി. എ ഗിവൻ ബി എന്ന് പറഞ്ഞാൽ ദ പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ് എ ഒക്കറിങ് ഗിവൻ ഇവൻറ്റ് ബി ഹാസ് ഒക്കേർഡ്. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൻ ബി എന്ന് പറയുന്നത് എന്താണ്, ദ പ്രോബബിലിറ്റി ഓഫ് ഇവൻറ്റ് എ ഒക്കറിങ് ഗിവൻ ഇവൻറ്റ് ബി ഹാസ് ഒക്കേർഡ്. എന്താണ്, എ എന്ന് പറഞ്ഞ ഇവൻറ്റ് നടന്നിട്ട് ബി എന്ന് പറഞ്ഞ ഇവൻറ്റ് നടക്കാനുള്ള സാധ്യത എത്രയാണെന്നാണ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൻ ബി എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ പോസ്റ്റീരിയർ പ്രോബബിലിറ്റി എന്നാണ് പറയുക. ദെൻ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൻ എ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഇവൻ ബി ഒക്കറിങ്. ഇവൻ ബി ഒക്കർ ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ എ എന്ന് പറഞ്ഞ ഇവൻറ്റ് ഒക്കർ ചെയ്യാനുള്ള സാധ്യത, ലൈക്ലിഹുഡ് എന്നാണ് നമുക്കതിന് പറയാം. ഓക്കെ, ലൈക്ലിഹുഡ് ഓഫ് ബി ഗിവൻ എ. ദെൻ പ്രോബബിലിറ്റി ഓഫ് എ, അതായത് ആ എ എന്ന് പറഞ്ഞ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി. ദെൻ പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ് ബി. ഇനി നമ്മൾ ഈ ബയസ് തിയറത്തിൻ്റെ ജനറലൈസ്ഡ് ഇക്വേഷനാണ് ഈ പറയുന്നത്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിനെ നമ്മൾ ഇനിയും കുറേ ഇവൻറ്റുകൾ വരികയാണെങ്കിൽ നമ്മൾ അതിനെ ജനറലൈസ്ഡ് ഇക്വേഷനിലോട്ട് മാറ്റുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷനാണ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൻ എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ divided by probability of b given a1 into probability of a1 plus probability of b given a2 into probability of a2. ഇങ്ങനെ എത്ര ഇവൻ്റ് ഉണ്ടോ അതിനനുസരിച്ച് അവസാനം എന്താ അവസാനിക്കുക, probability of b given an into probability of an. ഓക്കെ, അപ്പോൾ ഇതാണ് ബയസ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ ബയസ് തിയറം നമ്മൾ എന്താണ്, കണ്ടീഷണൽ പ്രോബബിലിറ്റീനെ നമ്മൾ എന്ത് ചെയ്യാണ്, മാത്തമാറ്റിക്കൽ ഫോർമുലയിലേക്ക് മാറ്റി എഴുതുന്ന ഒരു രീതിയാണ് എന്ത്, ബയസ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അതിലൂടെ നമുക്ക് ബയസ് തിയറം ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. കൺസിഡർ എ സെറ്റ് ഓഫ് പേഷ്യൻറ്റ് കമ്മിങ് ഫോർ എ ട്രീറ്റ്മെൻറ്റ് ഇൻ എ സെർട്ടൈൻ ക്ലിനിക്. ഇവിടെ ഒരു ക്ലിനിക്കിൽ വരുന്ന ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരുന്ന പേഷ്യൻസിൻ്റെ ഇതാണ് പറയുന്നത്. Let A denote the event that the patient has a liver disease. A എന്ന് പറഞ്ഞ ഇവൻറ്റ്, ഓക്കെ, എ എന്ന് പറഞ്ഞ ഇവൻറ്റ് ഡിനോട്ട് ചെയ്യുന്ന എന്താണ്, പേഷ്യൻറ്റ് ഹാസ് എ ലിവർ ഡിസീസ്. പേഷ്യൻസിന് ലിവർ ഡിസീസ് ഉള്ള പേഷ്യൻസ് ആണ് എ എന്ന് പറഞ്ഞതിൽ ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ബി ദ ഇവൻറ്റ് ദാറ്റ് ദ പേഷ്യൻറ്റ് ഈസ് എ ആൽക്കഹോളിക്. ഇതെന്താണ്, പേഷ്യൻ്റ് ആൽക്കഹോളിക് ആയിട്ടുള്ള പേഷ്യൻ്റാണ് ബി എന്ന് പറഞ്ഞ ഇവൻറ്റ്. ഓക്കെ, ഇറ്റ് ഈസ് നോൺ ഫ്രം experience that 10% of patients entering the clinic have liver disease. അതായത് എന്താണ്, ക്ലിനിക്കിലേക്ക് വരാൻ പേഷ്യൻസ് വരുന്നുണ്ട്, അതിൽ ലിവർ ഡിസീസ് ഉള്ള പേഷ്യൻസ് അവരുടെ എക്സ്പീരിയൻസ് വെച്ച് അവർ പറയുന്നത് എത്രയാണ്, 10% എന്നാണ്. അപ്പം എ എന്ന് പറഞ്ഞ ഈ ഒരു പേഷ്യൻ്റ് ഹാസ് എ ലിവർ ഡിസീസ്, ഇത് നടക്കാനുള്ള പ്രോബബിലിറ്റി ആണ് എന്ത്, 10% എന്ന് പറയുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ് എ ആണെന്ത്, 10%. ഓക്കെ, ഓഫ് ദ പേഷ്യൻറ്റ് എൻറ്ററിങ് ദ ക്ലിനിക് ഹാവ് എ ലിവർ ഡിസീസ് ആൻഡ് 5% ഓഫ് പേഷ്യൻസ് ആർ ആൽക്കഹോളിക്. അതേപോലെ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ക്ലിനിക്കിലേക്ക് വരുന്ന പേഷ്യൻസിൽ 5% പേര് ആരാണ്, ആൽക്കഹോളിക് ആണ്. അപ്പം എന്താണ്, രണ്ടാമത്തെ ഇവൻറ്റ് ബി എന്ന് പറഞ്ഞിട്ടുള്ള ഈ പേഷ്യൻ്റ് ഈസ് ആൻ ആൽക്കഹോളിക് എന്ന് പറഞ്ഞ ഈ ഇവൻറ്റ് നടക്കാനുള്ള സാധ്യതയാണെന്ത്, 5% എന്ന് പറയുന്നത്. ഓൾസോ എമംഗ് ദോസ് പേഷ്യൻസ് ഡയഗ്നോസ്ഡ് വിത്ത് ലിവർ ഡിസീസ് 7% ആർ ആൽക്കഹോളിക്. അതായത് ഇവിടെ പറയണത് ഈ പേഷ്യൻസിൽ
പേഷ്യൻസിനെ ഡയഗ്നോസ് ചെയ്യുന്ന, അതായത് ലിവർ ഡിസീസ് ഉള്ള പേഷ്യൻസിനെ ഡയഗ്നോസ് ചെയ്യാണ്. അതിൽ 7% ആൾക്കാർ എന്താണ്, ആൽക്കഹോളിക്കാണ്. അപ്പം ഉള്ള പേഷ്യൻസിൽ ലിവർ ഡിസീസ് ഉള്ളതിൽ 7% ആൾക്കാർ എന്താണ്, ആൽക്കഹോളിക് ആയിട്ടുള്ള പേഷ്യൻസ് ആണ്. സോ ഗിവൺ ദാറ്റ് ദ പേഷ്യൻറ്റ് ഈസ് ആൽക്കഹോളിക്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഹി വിൽ ഹാവ് എ ലിവർ ഡിസീസ്? അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ആൽക്കഹോളിക് ഉള്ള പേഷ്യൻസിൽ ലിവർ ഡിസീസ് ഉണ്ടാവാൻ സാധ്യതയുള്ള പേഷ്യൻസിൻ്റെ പ്രോബബിലിറ്റി എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എഴുതണം. എ എന്ന് പറഞ്ഞ ഇവൻ്റ് ഉണ്ട്. എ എന്ന് പറഞ്ഞ ഇവൻ്റ് ആണെന്ത്, എ പേഷ്യൻറ്റ് ഹാസ് എ ലിവർ ഡിസീസ്. എ എന്ന് പറഞ്ഞത് ലിവർ ഡിസീസ് ഉള്ള പേഷ്യൻസ് ആണ്. ദെൻ ബി എന്ന് പറയുന്നത് എന്താണ്, പേഷ്യൻറ്റ് ഹാസ് എ ആൽക്കഹോളിക് ആയിട്ടുള്ള പേഷ്യൻസ് ആണ് ബി. ഇനി നമുക്ക് തന്നിട്ടുള്ളത് അതിൻ്റെ രണ്ടിൻ്റെയും പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. അപ്പം പ്രോബബിലിറ്റി ഓഫ് എ, അതായത് ലിവർ ഡിസീസ് ഉള്ള പേഷ്യൻസ് എത്ര ശതമാനമുണ്ട്, അല്ല എത്രയാണ് ഉള്ളത്, എത്ര പെർസെൻറ്റേജ് ആണ് ഉള്ളത്, പ്രോബബിലിറ്റി തന്നിട്ടുള്ളത് 10%, അല്ലേ, 10%, വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ്, 0.1%, 0.1 എന്ന് എഴുതാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രോബബിലിറ്റി ഓഫ് ബി തന്നിട്ടുണ്ട്, അല്ലേ. പ്രോബബിലിറ്റി ഓഫ് ബി നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്, 5%. പ്രോബബിലിറ്റി ഓഫ് ബി, അതായത് പേഷ്യൻ്റ് ആൽക്കഹോളിക് ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്, 5% ആണ് തന്നിരിക്കുന്നത്. അതിന് നമ്മൾ പ്രോബബിലിറ്റിയുടെ രൂപത്തിലേക്ക് എഴുതുകയാണെങ്കിൽ 0.05% എന്ന് എഴുതാം, അല്ലേ. 0.05 എന്ന് എഴുതാം. ഇനി നമ്മളോട് തന്നിരിക്കുന്ന ഒരു ഡീറ്റെയിൽ എന്ന് പറയുന്നത് എന്താണ്, ദ പേഷ്യൻറ്റ് ഓൾസോ എമംഗ് ദോസ് ദ പേഷ്യൻറ്റ് ഡയഗ്നോസ്ഡ് വിത്ത് ലിവർ ഡിസീസ് 7% ആർ ആൽക്കഹോളിക്. ലിവർ ഡിസീസിന് ചികിത്സിക്കുന്ന ആളുകളിൽ 7% ആൽക്കഹോളിക്കാണ്. അപ്പം നമുക്ക് ബി എന്ന് പറഞ്ഞിട്ടുള്ള ഇവൻ്റ് തന്നിട്ടുണ്ട്, പക്ഷേ എ എന്ന് പറഞ്ഞിട്ടുള്ള ഇവൻ്റ് തന്നിട്ടുമില്ല. അപ്പം നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്, പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ആണ്. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ. അപ്പോൾ ലിവർ ഡിസീസ് ഉള്ളതിൽ 7% ആണെന്ത്, നമ്മുടെ ആൽക്കഹോളിക് ആയിട്ടുള്ളവർ. അപ്പോൾ 7% ആൽക്കഹോളിക് ആണ്. അപ്പോൾ ദെൻ അതിന് നമ്മൾ 0.07 എഴുതാം. ദെൻ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ്, പേഷ്യൻറ്റ് ഈസ് ആൽക്കഹോളിക്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഹി വിൽ ഹാവ് എ ലിവർ ഡിസീസ്? അപ്പോൾ ലിവർ ഡിസീസ് ഉള്ള ആളുകൾ എത്രയുണ്ട് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് വേണ്ടത് എത്രയാണ്, എന്താണ് കണ്ടുപിടിക്കുക, പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. കാരണം ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് നമ്മുടെ ഇക്വേഷനിലോട്ട് പോവാം. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ, പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി, അല്ലേ. അപ്പോൾ ഈക്വൽസ് ടു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എത്രയാണ്, ബി ഗിവൺ എ 0.07 ഇൻറ്റു എത്രയാണ്, പ്രോബബിലിറ്റി ഓഫ് എ 0.1 ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി എത്രയാണ്, 0.05. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ആൻസർ. അപ്പോൾ എത്രയാണ് ആൻസർ വരുന്നത്, 0.14. അപ്പോൾ എന്താണ് നമ്മുടേത്, പ്രോബബിലിറ്റി ദാറ്റ് പേഷ്യൻറ്റ് ഈസ് ആൽക്കഹോളിക്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് എ ലിവർ ഡിസീസ്. ആൽക്കഹോളിക് ഉള്ള പേഷ്യൻസിൽ ലിവർ ഡിസീസ് ആവാനുള്ള സാധ്യത എന്ന് പറയുന്നത് എത്രയാണ്, 0.14 ആണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്, 3 factory A, B, C of an electric bulb manufacturing company produce respectively 35%, 35% and 30%. എ ബി സി എന്ന് പറഞ്ഞ ഈ ഫാക്ടറിയിൽ ബൾബ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ പ്രോബബിലിറ്റീസ് ആണ് തന്നിരിക്കുന്നത്. ഓഫ് ദ ടോട്ടൽ ഔട്ട്പുട്ട് അപ്രോക്സിമേറ്റ്ലി 1.5%, 1%, 2% ഓഫ് ദി ബൾബ് പ്രൊഡ്യൂസ്ഡ് ബൈ ദീസ് ഫാക്ടറീസ് ആർ നോൺ ടു ബി ഡിഫക്റ്റീവ്. അതായത് ഈ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഇത്രയും പെർസെൻറ്റേജ് ഡിഫക്റ്റീവ് ആണെന്നും പറയുന്നുണ്ട്. ഇഫ് എ റാൻഡംലി സെലക്റ്റഡ് ബൾബ് മാനുഫാക്ചർഡ് ബൈ എ കമ്പനി വാസ് ഫൗണ്ട് ടു ബി ഡിഫക്റ്റീവ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ബൾബ് വാസ് മാനുഫാക്ചർഡ് ഇൻ എ ഫാക്ടറി എ. അതായത് ഇതിൽ നിന്ന് നമ്മളൊരു ബൾബ് എടുക്കുകയാണെങ്കിൽ
ഫാക്ടറി എയിൽ പ്രൊഡ്യൂസ് ചെയ്യാം, ഫാക്ടറി എയിൽ മാനുഫാക്ചർ ചെയ്ത ബൾബ് ഡിഫക്റ്റീവ് ആവാനുള്ള സാധ്യത എത്രയാണെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആദ്യം നമ്മളെ ഇവൻറ്റ്സ് എഴുതാണ് വേണ്ടത്. എ എന്ന് പറഞ്ഞ ഇവൻറ്റ് മാനുഫാക്ചറിങ് എ ബൾബ് ഫ്രം ഫാക്ടറി എ ആണ്. ഓക്കെ, ദെൻ ബി എന്ന് പറഞ്ഞ ഇവൻറ്റ് എന്താണ്? മാനുഫാക്ചറിങ് എ ബൾബ് ഫ്രം ഫാക്ടറി ബി. ദെൻ നെക്സ്റ്റ് മാനുഫാക്ചറിങ് എ ബൾബ് ഫ്രം ഫാക്ടറി സി. ഇനി ലാസ്റ്റ് ആയിട്ടുള്ള ഇവൻറ്റ് ഡി ആണ്. ഇവിടെ ഡിഫക്റ്റീവ് ആവാനുള്ള ഇത്, എ ബൾബ് ഈസ് ഡിഫക്റ്റീവ്. ഇനി നമ്മൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റീസ് എഴുതാണ്. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറഞ്ഞ എ എന്ന് പറഞ്ഞ ഫാക്ടറിയിൽ ബൾബ് മാനുഫാക്ചർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 35% ആണ്. 35%, അതായത് 35. അതേപോലെ പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് എ ബൾബ് ഫ്രം ബി, അതിൻ്റെ പ്രോബബിലിറ്റി എത്രയാണ് തന്നിരിക്കുന്നത്? 35% തന്നെയാണ്. അപ്പം 0.35. ദെൻ പ്രോബബിലിറ്റി ഓഫ് സി ഈസ് ഈക്വൽ ടു 30%. അതായത് സി എന്ന് പറഞ്ഞ ഫാക്ടറിയിൽ ബൾബ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 30% ആണ്. അപ്പോൾ ഈക്വൽ ടു 0.3%. ഇനി ഡിഫക്റ്റീവ് ആണ് തരുന്നത്. ഡിഫക്റ്റീവ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമുക്ക് ഡിഫക്റ്റീവ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ ഇവിടെ 3 തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. എ എന്ന് പറഞ്ഞ ബി, ഇത് 3ആണ്. 1.5, 1, ദെൻ 2.2%. ഇത് എ ബി സി എന്ന് പറയുന്ന ഫാക്ടറികളിൽ ബൾബ് ഡിഫക്റ്റീവ് ആവാനുള്ള സാധ്യത ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നത് എന്താണ്? ഡിഫക്റ്റീവ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെയും ഡിഫക്റ്റീവ് ഏതാണ്? പ്രോബബിലിറ്റി ഓഫ് ഡി ഗിവൺ എ. ഓക്കെ, എ എന്ന് പറഞ്ഞ ഫാക്ടറിയിൽ ബൾബ് ഡിഫക്റ്റീവ് ആവാനുള്ള സാധ്യത എത്രയാണ് പറഞ്ഞത്? 1.5% ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ ഇതിലേക്ക് എഴുതുമ്പം 0.015. ദെൻ പ്രോബബിലിറ്റി ഓഫ് ഡി ഗിവൺ ബി. ബി എന്ന് പറഞ്ഞ ഫാക്ടറിയിൽ ബൾബ് ഡിഫക്റ്റീവ് ആവാനുള്ള സാധ്യത എത്രയാണ്? 1%. അപ്പം 0.01. ഇനി പ്രോബബിലിറ്റി ഓഫ് ഡി ഗിവൺ സി എന്താണ്? സി എന്ന് പറഞ്ഞ ഫാക്ടറിയിൽ ബൾബ് ഡിഫക്റ്റീവ് ആവാനുള്ള സാധ്യത എത്രയാണ്? 2% അല്ലേ? 2%. അപ്പോൾ 0.02. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ്? If a randomly selected the bulb manufacturing by a company was found to be defective, what is the probability that the bulb was manufactured in a factory A? ഫാക്ടറി എയിൽ മാനുഫാക്ചർ ചെയ്യുന്ന ബൾബ് ഡിഫക്റ്റീവ് ആവാനുള്ള സാധ്യത എത്രയാണ്? അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് എ ഗിവൺ എന്താണ്? ഡി ആണ്. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ഡി ആണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? ആൻസർ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ ഇവൻറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ജനറലൈസ്ഡ് ഇക്വേഷൻ ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ഡി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഡി ഗിവൺ എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് പി ഗിവൺ എ. അപ്പോൾ എഴുതാണ് നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 0.015 ഇൻറ്റു 0.35 ഓൾ ഡിവൈഡഡ് ബൈ എത്രയാണ്? 0.015 ഇൻറ്റു 0.35 പ്ലസ് പിന്നെ പ്രോബബിലിറ്റി ഓഫ് ഡി ഗിവൺ ബി. ഡി ഗിവൺ ബി എത്രയാണ്? 0.01 ഇൻറ്റു എത്രയാണ്? പ്രോബബിലിറ്റി ഓഫ് ബി. പ്രോബബിലിറ്റി ഓഫ് ബിയും 0.35 ആണ്. പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഡി ഗിവൺ സി എത്രയാണ്? ഡി ഗിവൺ സി 2%. അപ്പോൾ 0.20 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് സി എത്രയാണ്? 0.3 ഈക്വൽ ടു എത്ര വരും? 0.356. അപ്പം എന്ന് പറഞ്ഞ ഫാക്ടറിയിൽ ബൾബ് ഡിഫക്റ്റീവ് ആവാനുള്ള സാധ്യത എത്രയാണ്? 0.356 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബാസ് തിയറത്തിൽ പ്രോബ്ലംസ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? വീഡിയോ കാണുക. എന്നിട്ട് ഇതിൽ തന്നിട്ടുള്ള 2 തരം പ്രോബ്ലംസ് ഉണ്ട്. ആ 2 പ്രോബ്ലവും എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, താങ്ക് യു.